എൻ്റെ സന്നിധിയിലെ വിശേഷങ്ങളും ദൃശ്യങ്ങളും അറിയിക്കാൻ അഖിൽ പാലോട്ടുമാടും തയ്യാറാണ്. എന്തായാലും ഇന്നും ഭക്തജന തിരക്കിൽ നേരിയ വർധനമുണ്ടെന്നാണ് അഖിൽ പറയുന്നത്. 71,605 തീർത്ഥാടകർ ഇന്നലെ ദർശനത്തിനായി എത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ദേവസ്വം ബോർഡും പോലീസും പറഞ്ഞിരുന്നതും. ആ കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നതും. എന്തായാലും സന്നിധാനത്ത് പരിസരത്തും നേരിയ മഴയും രാവിലെ ഉണ്ട്. അഖിൽ ചേരുകയാണ്. അഖിൽ, രാവിലെ മുതൽ തന്നെ ഒരു ചെറിയ തിരക്ക് വർധനവ് അനുഭവപ്പെടുന്നുണ്ടല്ലേ? അനു, രജനി, സ്വാമി ശരണം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചിക മാസത്തിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് പോവുകയാണ്. അടുത്ത തിങ്കളാഴ്ചയാണ് ധനു 1. അപ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ 30 ദിവസം, ഏകദേശം 27 ദിവസം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വൃശ്ചികത്തിന്റെ ആ പര്യവസാനത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. അതിനുശേഷം ഉണ്ടാവുക ധനുവിന്റെ ഒരു 11 നാൾ, അതായത് മണ്ഡലപൂജയിലേക്ക് കടക്കുന്ന അവസാനത്തെ ഒരു 5 ദിവസമായിരിക്കും വലിയ ഭക്തജന തിരക്ക് ഉണ്ടാവുക എന്നതാണ് ദേവസ്വം ബോർഡ് ഒരു പ്രാഥമികമായി വിലയിരുത്തുന്ന കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും ഏകദേശം 72,000-ഓളം അടുപ്പിച്ചുള്ള ഭക്തജനങ്ങൾ എത്തിയിരുന്നു. കാരണം ഇത് ഇന്നലെ ഒരു അങ്ങനത്തെ വലിയ തിരക്ക് രാവിലെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷമുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടായി നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് രാവിലെ ഉണ്ടായിരുന്നത്, അതായത് രാവിലെ എല്ലാ ദിവസവും രാവിലെ ഏകദേശം 7 മണിയോടുകൂടി തന്നെ ഏകദേശം ഒരു 10,000-15,000 പേരൊക്കെ തന്നെ ഏകദേശം 20,000-ഓളം പേർ രാവിലെ തന്നെ അയ്യപ്പ ദർശനത്തിനായി എത്തും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മണിക്കൂറുകളിലൊക്കെ തന്നെ വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈകുന്നേരത്തോടാകുന്ന സമയത്ത് ഏകദേശം ഒരു 70,000-നും 80,000-നും 75,000-നും ഒക്കെ ഇടയിലുള്ള അയ്യപ്പ ഭക്തരായി ചുരുങ്ങുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്തിന്റെ അരികിലാണ്. നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ സാവധാനമാണ് അയ്യപ്പ ഭക്തരൊക്കെ തന്നെ 18-ാം പടി കയറി വലിയ നടപ്പന്തലിൽ നിന്നും 18-ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു തിരക്കോടെ ഓടി അയ്യപ്പ ഭക്തർ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അയ്യപ്പ ഭക്തർ സാവധാനം അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി അവിടെ അയ്യപ്പ സ്വാമിയെ കണ്ട് തൊഴുത് ഭഗവാനോട് എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞ് സ്വാമിയെ ഒരു നോക്ക് കണ്ടു പോകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പൊന്നമ്പലത്തിനരികിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെയാണ് നമുക്ക് ഏറ്റവും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാരണം അവർ അവിടെ നിന്ന് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18-ാം പടിയിൽ നിന്ന് കയറി ഫ്ലൈ ഓവറിലൂടെ വന്ന് അവർ 18 പടിയും ചവിട്ടി വന്ന അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള അരികിലേക്ക് എത്തുന്ന ദൃശ്യമാണ് നമുക്ക് ഏറ്റവും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നിമിഷമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ ചാറ്റൽ മഴ സന്നിധാനത്തും പരിസരത്തും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ചാറ്റൽ മഴ നിലനിൽക്കുന്നതിനെ പോലും അതിനെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ എല്ലാവരും തന്നെ അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കാരണം അവർ കരിമലയും നീലിമലയും പൊന്നമ്പലത്തിലും എല്ലാം ചവിട്ടി അവർ 18-ാം പടിയും തൊട്ടു തൊഴുത് ഭഗവാന്റെ അരികിലേക്ക് എത്തുന്ന നിമിഷം അവർക്ക് മഴയും വെയിലും എല്ലാം ഒന്നും വലിയ ബുദ്ധിമുട്ടുകളായി തോന്നുന്നില്ല. കാരണം അവർ ശരണം വിളിക്കുന്നത് പോലെ കല്ലും മുള്ളും കാലിനുമത്തെയും ഈ മഴയും വെയിലുമെല്ലാം ദേഹത്തിന് പൂങ്കാവനമായും എല്ലാം മാറുന്നത് പോലെ തന്നെയാണ് അയ്യപ്പ സ്വാമിയുടെ അരികിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിയ വർധനവ് ഭക്തജനങ്ങളുടെ തിരക്കിലുമുണ്ട്. ഏകദേശം 72,000-ഓളം അടുപ്പിച്ചുള്ള ഭക്തജനങ്ങൾ ഇന്നലെ ദർശനത്തിനെത്തിയിരുന്നു. വരും ദിവസങ്ങളിലും അതിന്റെ നേരിയ വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ദേവസ്വം ബോർഡും പോലീസും കരുതുന്നത്. അനു.